സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2020 ഡിസംബർ 19 വാർത്തകൾ വായിക്കുന്നത് രശ്മി ജയദാസ്. ശിവശങ്കർ എല്ലാം ചെയ്തത് സ്വപ്നയെ ഭയന്ന്. കൊച്ചി. സ്വപ്ന പണവുമായി കടന്നുകളയുമെന്ന് ഭയന്നാണ് ശിവശങ്കർ ബാങ്ക് ഇടപാടിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും ഉൾപ്പെടുത്തിയതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. സ്വപ്നയുടെ ലോക്കറിൽ കണ്ടെത്തിയ പണവും മറ്റും ശിവശങ്കറിന്റേതാണെന്ന് ED ആവർത്തിച്ചു. ഐസിൽ ഉറഞ്ഞ് വാഹനങ്ങൾ, എക്സ്പ്രസ് വേയിൽ കുടുങ്ങി ആയിരങ്ങൾ. ടോക്കിയോ. ജപ്പാനിലെ മിന്നിമി 1 മൈൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് 1000-ലേറെ ആളുകൾ എക്സ്പ്രസ് വേയിൽ കുടുങ്ങി. ടോക്കിയോയെയും നിഗാട്ടയെയും ബന്ധിപ്പിക്കുന്ന കനേദാസു എക്സ്പ്രസ് വേയിൽ ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. തൃശൂരിൽ CPM മോഹത്തിന് തിരിച്ചടി. മേയർ സ്ഥാനം നൽകാനാവില്ലെന്ന് ഇടതുമുന്നണി. തൃശൂർ കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താനുള്ള CPMന്റെ ശ്രമങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ തിരിച്ചടി. മേയർ പദവി സ്വതന്ത്രന് നൽകി ഭരണം നിലനിർത്താനുള്ള നീക്കത്തിനോട് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് വിയോജിപ്പ്. കോഴിക്കോട് 4 പേർക്ക് ഷിഗല്ല, 1 മരണം, അതിജാഗ്രത. കോഴിക്കോട്. മലിനമായ ജലം, ഭക്ഷണം എന്നിവയിലൂടെയും രോഗബാധിതരുമായുള്ള സമ്പർക്കത്തിലൂടെയും ഷിഗല്ല രോഗം പടരാം. സോണിയാഗാന്ധി ഇന്ന് നേതാക്കളെ കാണും. ന്യൂഡൽഹി. പാർട്ടിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് കത്തയച്ച നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇന്ന് ചർച്ച നടത്തും. രാവിലെ 10 മണിക്കാണ് ചർച്ച. സംഘടനാ വിഷയത്തിൽ അടിയന്തര ഇടപെടലില് കേന്ദ്ര നേതൃത്വം. ന്യൂഡൽഹി. കോൺഗ്രസിന് ആശിക്കാനും ആശ്വസിക്കാനുമുള്ള ഘടകങ്ങൾ ഇല്ലാത്ത ഫലമാണ് സംസ്ഥാനത്ത് ഉണ്ടായതെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി താരിഫ് അൻവറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇന്ത്യ ബംഗ്ലാദേശ് ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചു. ന്യൂഡൽഹി. ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ഉണ്ടായിരുന്നതും 1965 മുതൽ നിർത്തിവെച്ചതുമായിരുന്ന ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. വാർത്താവിനിമയ രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ഇന്ത്യ. ചെന്നൈ. അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-1 വിജയകരമായി വിക്ഷേപിച്ചു. റോബർട്ടോ ലെവൻഡോവസ്കി ഫിഫയുടെ മികച്ച താരം. സൂറിച്ച്. സൂപ്പർ താരങ്ങളെ പിന്തള്ളി 2020 ഫിഫയുടെ മികച്ച താരമായി ബയോണ മ്യൂണിക്കിന്റെ പോളിഷ് സ്ട്രൈക്കർ തെരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയപാതകളിൽ 2 വർഷത്തിനകം GPS. ന്യൂഡൽഹി. രാജ്യത്തുടനീളം വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിനായി GPS അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ടോൾ പിരിവിന് അന്തിമ രൂപം നൽകിയതായി നിതിൻ ഗഡ്കരി. ഡോക്ടർമാരുടെ അവധി മാർഗരേഖ ഉടൻ. ന്യൂഡൽഹി. രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് കൃത്യമായ ഇടവേളകളിൽ അവധി അനുവദിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശ രേഖ ദിവസത്തിനുള്ളിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി. വാക്സിൻ എടുത്തവരിൽ നിന്ന് വൈറസ് പകരാൻ സാധ്യത. ഓസ്റ്റിൻ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്നതിന് ഫൈസർ ഉൽപ്പാദിപ്പിച്ച കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് വൈറസ് വ്യാപിക്കാൻ സാധ്യതയുള്ളതായി ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം 22-ന്. തിരുവനന്തപുരം. സംസ്ഥാനത്ത് തുടർഭരണം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 22 മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പര്യടനത്തിനിറങ്ങുന്നു. 4 മാസത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യമിട്ടാണ് പര്യടനം. സംസ്ഥാന ബജറ്റ് ജനുവരി 15-ന്. തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ബജറ്റ് ജനുവരി 15-ന് അവതരിപ്പിക്കും. ഗിന്നസ് പക്രു അഹമ്മദാബാദ് ചലച്ചിത്രമേളയിൽ മികച്ച നടൻ. അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ഗിന്നസ് പക്രുവിന്. യുവനടിക്കെതിരെ ആക്രമണം. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കൊച്ചി. ഷോപ്പിംഗ് മാളിൽ യുവനടിയെ ചെറുപ്പക്കാർ അപമാനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. BJPയിൽ സുരേന്ദ്രനെതിരെ പടയൊരുക്കം. തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേട്ടമുണ്ടാക്കിയെന്ന K സുരേന്ദ്രന്റെ അവകാശവാദത്തെ തള്ളി കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും. നവീകരിച്ച കൂത്തമ്പലത്തിന് യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ്. ഗുരുവായൂർ. ശാസ്ത്രീയമായ പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അന്തർദേശീയ തലത്തിൽ നൽകിവരുന്ന യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാര ജേതാക്കളുടെ ഈ വർഷത്തെ അവാർഡ് പട്ടികയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇടം നേടി. കോവിഡ് പ്രതിരോധത്തിന് മറ്റു ചികിത്സാ രീതികൾ കൂടി ഉൾപ്പെടുത്തണം. തൃശൂർ. COVID-19 വാക്സിൻ പ്രതിരോധ മരുന്ന് രോഗവ്യാപനം ഉണ്ടാക്കുന്നുവെങ്കിൽ ആയുർവേദത്തിനും ഹോമിയോപ്പതിക്കും അവസരം കൊടുക്കുന്നതാണ് ഭാരതത്തിൽ നല്ലതെന്ന് നാഷണൽ ഗ്രീൻ സോഷ്യലിസ്റ്റ് ദേശീയ പ്രസിഡന്റ് വാക്സറിൻ പെരിയപാടൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിൽ വനിതാ പോലീസിന്റെ സഹായഹസ്തം. തിരുവനന്തപുരം. കോവിഡിന് ശേഷം സാധാരണ തീവണ്ടി ഗതാഗതം പുനരാരംഭിക്കുമ്പോൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സഹായവുമായി കേരള പോലീസ്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി.
കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.